യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് നടക്കുന്നത് വലിയ വിസ തട്ടിപ്പാണ്. കൊല്ലം നഗരത്തിലുള്ള ബിഷപ്പ് ജെറോം നഗറിൽ 2-ാം നിലയിൽ പ്രവർത്തിക്കുന്ന സംതൃപ്തി റിക്രൂട്ട്മെന്റ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ പ്രതിഷേധവുമായി ഉദ്യോഗാർത്ഥികൾ എത്തിയിരുന്നു. ഈ സ്ഥാപനത്തിനെതിരെ 60-ൽ-അധികം ഉദ്യോഗാർത്ഥികളാണ് ഇതിനകം പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനോടകം 4 കോടിയിൽ അധികം രൂപ ഈ സംഘം വിവിധ ആളുകളിൽ നിന്നായി തട്ടിയെടുത്തു എന്നാണ് പരാതി. കൊല്ലം കടവൂർ സ്വദേശി സോളമന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ 2 വർഷം മുമ്പെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് നിരവധി ആളുകളിൽ നിന്നും പണം വാങ്ങി തുടങ്ങിയത്. സോഷ്യൽ മീഡിയ വഴി 4 ലക്ഷം രൂപയ്ക്ക് ഇറ്റലിയിൽ ഉയർന്ന ശമ്പളത്തോടുകൂടി ജോലി എന്ന പരസ്യം കണ്ടിട്ടാണ് പലരും ഇവരെ ബന്ധപ്പെടുന്നത്. വളരെ വേഗം ആളുകളുടെ വിശ്വാസ്യത പിടിച്ചുപറ്റാനും ഇവർക്ക് കഴിഞ്ഞു. വിസ ആവശ്യമുള്ളവർ സ്ഥാപനത്തിലെത്തി പണം നൽകുകയായിരുന്നു. ആദ്യം 1 ലക്ഷം രൂപയും പിന്നീട് 3 ലക്ഷം രൂപയുമാണ് നൽകിയത്. പരസ്യം കണ്ട് എത്തിയവരിൽ നിന്നും മെഡിക്കൽ പരിശോധനകൾക്കും പോലീസ് ക്ലിയറൻസിനുമായൊക്കെ വൻ തുകകൾ അധികമായി ഈടാക്കിയതായും പറയുന്നു. പരാതിക്കാരനായ നിതിൻ കുമാറിൽ നിന്ന് മാത്രം 4 ലക്ഷം രൂപയാണ് പ്രതികൾ വാങ്ങിയത്. പലരും വിദേശത്തും സ്വദേശത്തും അടക്കം നല്ല ജോലി ചെയ്തിട്ടുള്ളവരാണ്. എന്നാൽ ഈ പരസ്യം കണ്ട് ജോലി രാജിവെച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ ഇവിടെ എത്തിയതാണ് പലരും. മക്കൾക്ക് വേണ്ടി പണം മുടക്കിയവരും വീട് പണയപ്പെടുത്തിയവരും കടങ്ങൾ വാങ്ങിക്കൂട്ടിയവരുമടക്കം നിരവധി ആളുകളാണ് ഈ സ്ഥാപനത്തെ വിശ്വസിച്ചുകൊണ്ട് കയ്യിലുള്ള പണമെല്ലാം നൽകിയത്. ഒടുവിൽ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടും വിസയോ ജോലിയോ ലഭിക്കാതെ വന്നതോടെയാണ് തങ്ങൾ ചതിക്കപ്പെട്ട വിവരം ഈ ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കുന്നത്. തുടർന്ന് പണം തിരികെ ആവശ്യപ്പെട്ടെങ്കിലും സ്ഥാപന അധികൃതർ അതിന് തയ്യാറായില്ല. കാലിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടിയ ഒരു യുവാവ് വന്ന് ചോദിച്ചിട്ട് പോലും പണം നൽകാൻ ഇവർ തയ്യാറായില്ല. സ്ഥാപനത്തിലെ മെയിൻ ഇൻചാർജ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ സോളമൻ സെബാസ്റ്റ്യനും അവരുടെ മക്കളായ അരുൺ സോളമനും അഞ്ജലി സോളമനും പിന്നെ ജസ്റ്റിൻ ജോൺ എന്നയാളുമാണ് പ്രധാന റിക്രൂട്ടേഴ്സ്. അവരാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയവരെന്നും ഈ ഉദ്യോഗാർത്ഥികൾ പറയുന്നു. ഇപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ ഇവരാരും പ്രതികരിക്കാറില്ല. ഞങ്ങളുടെ കൂടെയുള്ള വനിതകൾ ഇവരുടെ വീട്ടിൽ പോയി കാശ് ചോദിച്ചതിന് 4 വനിതകൾക്കെതിരെ അവർ വനിതാ സെല്ലിലും വനിതാ സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ടെന്നും ഇവർ പറയുന്നു. ഇപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയാണ്. എൻ്റെ മകൻ അഗ്നലിന് വേണ്ടിയാണ് പണം കൊടുത്തത്. ഈ ഗ്രൂപ്പിൽ കൂടുതലും യുവാക്കളാണുള്ളത്. ഇറ്റലിയിൽ പോകാൻ 64 പേരുടെ കയ്യിൽ നിന്നാണ് ഇവർ പണം വാങ്ങിയത്. ആരുടെയൊക്കെയോ പണം തിരികെ നൽകിയെന്നും കേൾക്കുന്നുണ്ട് എന്നാണ് ഒരു ഉദ്യോഗാർത്ഥിയുടെ മാതാവായ എൽസ പറയുന്നു. പ്രതികൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടുകയായിരുന്നു പലപ്പോഴും. പണം കൊടുത്തവർ പ്രതികളുടെ വീടുകളിലേക്ക് എത്തിയപ്പോൾ വീട്ടിൽ അതിക്രമിച്ച് കയറുന്നു എന്ന് പറഞ്ഞ് പ്രതികൾ കോടതിയിൽ നിന്നും പ്രത്യേക ഉത്തരവും വാങ്ങിച്ചു. ഇപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ വലയുകയാണ് ഈ പണം നൽകിയ രക്ഷകർത്താക്കളും ഉദ്യോഗാർത്ഥികളും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി ആളുകൾ ചേർന്ന് ഇവരുടെ അടഞ്ഞുകിടക്കുന്ന ഓഫീസിന് മുന്നിലെത്തി പ്രതിഷേധവും നടത്തിയിരുന്നു. എന്നാലും പണം കിട്ടുമോ എന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പുമില്ല. ഉദയംപേരൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറുടെ മേൽനോട്ടത്തിൽ സബ് ഇൻസ്പെക്ടർ ബിജു തോമസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഇപ്പോൾ ഈ കേസിന്റെ അന്വേഷണം നടത്തുന്നത്.